HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. സെറ്റ് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് നാളെ വരും. ഇത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണം? എന്താണ് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ? എക്സാം എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഇവ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യേണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ കോണ്ടന്റ്. ആദ്യം തന്നെ www.lbscenter.gov.in എന്ന് പറയുന്ന LBSന്റെ വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഹാൾ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ സബ്ജക്റ്റ്, ഡിസ്ട്രിക്റ്റ് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. നമുക്ക് ഈ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് സെലക്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല, അങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയിൽ, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ ഏത് തീയതിയാണോ നമ്മളുടെ എക്സാമിനേഷൻ അന്നത്തേക്കുള്ള ഹാൾ ടിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി തിരുത്തലുകൾ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, 5 സ്റ്റെപ്പുകളിലായിട്ടാണ് നമ്മുടെ ഡൗൺലോഡ് പ്രോസസ്സ് ഉള്ളത്. ആദ്യം വെബ്സൈറ്റ് സന്ദർശിക്കുക. നേരത്തെ പറഞ്ഞിട്ടുള്ള LBS സെന്ററിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ സെറ്റ് ജനുവരി 2025 എന്ന ഫ്ലയർ അല്ലെങ്കിൽ ബാനറിൽ ക്ലിക്ക് ചെയ്യുക. നേരിട്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ എന്ത് ചെയ്യുക? രജിസ്ട്രേഷൻ ID-യും സൈറ്റ് ആക്സസ് കീയും ചോദിക്കും. സെപ്പറേറ്റ് ഡയലോഗ് ബോക്സുകളിലേക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യുക? പ്രിന്റ് എടുക്കുക അഡ്മിറ്റ് കാർഡിന്റെ. സിമ്പിൾ പ്രോസസ്സാണ്. എന്താണ്? വെബ്സൈറ്റ് സന്ദർശിക്കുക, സെറ്റ് ജനുവരി 2025 എന്ന് പറയുന്ന ഫ്ലയറിൽ ക്ലിക്ക് ചെയ്യുക, പ്രിന്റ് യുവർ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ ID-യും സൈറ്റ് ആക്സസ് കീയും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ചെയ്തെടുക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഹാൾ ടിക്കറ്റ് കിട്ടി, നമ്മുടെ പരീക്ഷാ ദിവസം നമ്മൾ പരീക്ഷ സെൻറ്ററിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ കോഷ്യസ് ആയിട്ടിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? 2 സെപ്പറേറ്റ് ആൻസർ ഷീറ്റുകളാണുള്ളത്. നമുക്കറിയാം, ജനറൽ പേപ്പറും നമ്മുടെ സബ്ജക്ട് പേപ്പറും 2 പരീക്ഷകളായിട്ടാണ് നടക്കുന്നത്. അതിന് 2നും സെപ്പറേറ്റ് ബുക്ക്ലെറ്റ് ആയിരിക്കും. കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട, 2 സെപ്പറേറ്റ് ബുക്ക്ലെറ്റുകളായിരിക്കും. ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്നുകൾ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ജെൽ പേന പാടില്ല, ഫ്ലൂയിഡ് ഇങ്ക് പാടില്ല. ബോൾ പെന്നായിരിക്കണം, എയ്തർ ബ്ലൂ ഓർ ബ്ലാക്ക് ആയിരിക്കണം. യുണീക്ക് ബാർകോഡ് ഫോർ ഈച്ച് ഷീറ്റ്. എല്ലാ OMR ഷീറ്റുകൾക്കും യുണീക്ക് ബാർകോഡ് ഉണ്ട്. നമ്മളുടെ 2 സബ്ജക്റ്റിന്റെ ബാർകോഡ്സും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഷീറ്റും അടുത്തിരിക്കുന്ന ആളുടെ ഷീറ്റും തമ്മിലുള്ള ബാർകോഡും വ്യത്യസ്തമായിരിക്കും. ഈ യുണീക്ക് ബാർകോഡാണ് നമ്മളുടെ വാല്യുവേഷനെ എന്ത് ചെയ്യുന്നത്? നിർണ്ണയിക്കുന്നത്. നമ്മൾ പേപ്പർ വാല്യൂ ചെയ്ത് കഴിഞ്ഞ് ഈ ബാർകോഡ് റീഡ് ചെയ്തതിലൂടെയാണ് നമ്മുടെ റിസൾട്ടാണിത്, നമ്മുടെ ആൻസർ ഷീറ്റാണിത് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുതയാണ് ബാർകോഡ്. ടാമ്പറിംഗ് ദ ബാർകോഡ് ഡിസ്ക്വാളിഫൈസ് ദ സ്റ്റുഡൻറ്റ്. കണ്ടോ? ബാർകോഡിൽ എന്തെങ്കിലും ടാമ്പറിങ്, വര വീഴുകയോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും. ആൻസർ ഷീറ്റ് വിൽ നോട്ട് ബി വാല്യൂഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഡിബാർഡ് ഫ്രം അപ്പിയറിംഗ് ഫോർ ദ സെറ്റ് ഫോർ 2 സബ്സീക്വന്റ് ചാൻസസ്. അടുത്ത 2 തവണത്തേക്ക് നിങ്ങളെ സെറ്റ് എഴുതുന്നതിൽ നിന്ന് ഡീബാർ ചെയ്യുകയും പ്രസ്തുത പരീക്ഷ വാലിഡേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. എന്ത് പറ്റിയാൽ? നമ്മുടെ ബാർകോഡിൽ നമ്മൾ എന്തെങ്കിലും ടാമ്പറിങ്, എന്തെങ്കിലും കൃത്രിമം നടത്തുകയോ അതിൻ്റെ ബാർകോഡിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാവാം. നമ്മുടെ ഫോമിൽ ചോദിച്ചിട്ടുള്ള, നമ്മുടെ നേരത്തെ തന്നെ ചാനലിൽ എങ്ങനെയാണ് OMR ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ റെഫർ ചെയ്യുക. ആ ഷീറ്റിൽ പറഞ്ഞിട്ടുള്ള, ആ ഷീറ്റിൽ ഫില്ല് ചെയ്യാനുള്ള കോളങ്ങൾക്കുള്ളിൽ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊന്നും എവിടെ മാർക്ക് ചെയ്ത് വെക്കാൻ പാടില്ല? ആൻസർ ഷീറ്റിൽ
മാർക്ക് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും മാർക്കിങ് എക്സാം ഇൻവിജിലേഷനിൽ കണ്ടെത്തുകയാണെങ്കിൽ കാൻഡിഡേച്ചർ വിൽ ബി ക്യാൻസൽഡ് ആൻഡ് യു വിൽ ബി ഡീബാർഡ് ഫ്രം റൈറ്റിംഗ് ദ നെക്സ്റ്റ് 2 കോൺസിക്യൂട്ടീവ് എക്സാം. അടുത്ത 2 പരീക്ഷകൾ, സെറ്റ് പരീക്ഷകൾ എഴുതുന്നതിൽ നിന്നും നിങ്ങളെ ഡീബാർ ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് എക്സാം ക്യാൻസൽ ചെയ്യുവാനുമുള്ള അധികാരം ആർക്കുണ്ട്? LBS സെൻറ്ററിന് അല്ലെങ്കിൽ നമ്മുടെ എക്സാം കണ്ടക്ടിങ് ബോഡിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനെ പറ്റിയും പരീക്ഷാ സെൻറ്ററിൽ എത്തി നമ്മൾക്ക് ആൻസർ കീ ലഭിച്ചതിന് ശേഷവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നാളെ ഹോൾ ടിക്കറ്റ് എത്തുകയാണ്. നമ്മൾ പരീക്ഷയോട് ഒരു സ്റ്റെപ്പ് കൂടെ അടുത്തിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ, 10 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത്. ഇതുവരെ നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ പ്രിപ്പറേഷൻ ആരംഭിച്ചവരുണ്ട്. സെറ്റ് പരീക്ഷ കഴിഞ്ഞ തവണത്തേത് പൂർത്തിയായതോടുകൂടി തന്നെ ഈ സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തവരുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം സെറ്റാണ്. നിങ്ങളുടെ സ്വപ്ന ജോലിയായിട്ടുള്ള അധ്യാപനത്തിലേക്കുള്ള ചവിട്ടുപടികളിൽ ഏറ്റവും മൂല്യമുള്ളത് തന്നെയാണ് സെറ്റ്. ഒരിക്കലും നമുക്ക് ഒരു കോമ്പറ്റീഷൻ കുറഞ്ഞ എക്സാമായിട്ട് സെറ്റിനെ കാണാൻ സാധിക്കില്ല. തികഞ്ഞ ആത്മവിശ്വാസവും അതിലും പൂർണ്ണമായിട്ടുള്ള പ്രിപ്പറേഷനിലൂടെ മാത്രമേ നമുക്ക് സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു അധ്യാപകനാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സെറ്റ് പൂർത്തിയാക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് തുറന്നു വെക്കുന്ന അധ്യാപന അവസരങ്ങൾ അനേകമാണ്. ഈ അധ്യാപന അവസരങ്ങളിലേക്കെല്ലാമുള്ള സ്വർണ്ണവാതിലായിട്ടുള്ള നെറ്റ് നമുക്കിത്തവണ ഉറപ്പായിട്ട് നേടിയെടുക്കാം. എന്നാൽ ഈ അവസാന ദിവസങ്ങൾ നമ്മൾക്ക് ഏറ്റവും കാച്ചി കുറുക്കിയ കണ്ടന്റ് പഠിച്ചുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെയും ചോദ്യ ശൈലികളെയും മനസ്സിലാക്കി കണ്ടിന്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ പ്രിപ്പയർ ചെയ്ത് പരീക്ഷയെ നേരിടാം. ഈ 10 ദിവസത്തെ തീക്ഷ്ണമായിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ട് സെറ്റ് എന്ന ടൈറ്റിൽ നമുക്ക് നേടിയെടുക്കാം. അങ്ങനെ പ്രിപ്പറേഷൻ്റെ അവസാന പടവുകൾ ചവിട്ടി കയറുന്നവർക്ക് വേണ്ടിയിട്ട് CC പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ബൂസ്റ്റർ ബാച്ച് റെഡിയാണ്. 10 ദിവസം ജനറൽ പേപ്പറും കോർ പേപ്പറും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി നമുക്ക് ചോദ്യങ്ങളിലൂടെ സെറ്റ് ഉറപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആസ്പിരന്റ് സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.